Hi everyone, good afternoon. I am Sajila Shen. Are you okay with me? Hello. Thank you. Hi everyone, good afternoon. I am Sajila Shen. ടീച്ചർ അക്കാദമിയിലെ റെമഡിയൽ കോർഡിനേറ്റർ ആണ്. എംബിൾ അക്കാദമിയുടെ കീഴിൽ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. സൈക്കോളജി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ എന്നിവയാണ്. കൂടാതെ പഠന പ്രയാസവും പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ഓൺലൈനായി പരിശീലനം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനേഴ്സുമാരുടെ കൂട്ടായ്മയാണ് റെമഡിയേറ്റേഴ്സ് ക്ലബ്ബ്. റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ വെബിനാർസുകൾ നടത്തിവരുന്നു. ഇന്നത്തെ വെബിനാർ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ് പാരന്റിംഗ് എന്ന വെബിനാറിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. വെബിനാർ കണ്ടക്ട് ചെയ്യുവാൻ മിനി മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. യെസ്, ഞാൻ ഉടനെ തുടങ്ങാം. എന്റെ പേര് മിനി ഭാസ്കർ. ഞാന് നിയമവകുപ്പിലെ അഡീഷണൽ ലോ സെക്രട്ടറിയാണ്. ഞാൻ അഫാന്റെ നാട്ടിൽ നിന്നാണ്. അഫാൻ എന്ന് വെച്ചാൽ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഫാൻ എന്ന് വെച്ചാൽ ആരാന്നറിയോ? വീട്ടിലുള്ളവരൊക്കെ അത് തന്നെ. ഒരു കേതല് കേട്ടിട്ടുണ്ടോ? കേണൽ രാജ. കേതൽ രാജ അല്ലേ? അത് തന്നെ, കേതല് തന്നെ. കേതലും പിന്നെ തിരുവനന്തപുരംകാര് തന്നെയാണ്. തിരുവനന്തപുരം തന്നെയാണ്. കേതലിന്റെ പിന്നെ പണിഷ്മെന്റും എല്ലാം വന്നു കഴിഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടോ? ഇംപ്രിസൺമെന്റ് അല്ലേ, ലൈഫ് ടൈം. അതെ. എന്തുകൊണ്ടാണ് കേതലിനെയും അഫാനെയും വെച്ച് ഞാൻ പരിചയപ്പെടുന്നതെന്ന് വെച്ചാല്, ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ്. എന്താണ് ആ കുട്ടികൾക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് അറിയാൻ കഴിയുന്നത് ഗുഡ് പേരന്റിങ് എന്നുള്ളതിന്റെ അഭാവമാണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റും അത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാല്, എന്താണ് ഈ ഗുഡ് പേരന്റിങ് എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഒരു രക്ഷകർത്താവിന്റെ ഡെഫിനിഷൻ? ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ആരാണ് ഒരു രക്ഷിതാവ്? വെറുതെ ഒരു കുട്ടിയെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ എവിടം വരെ കൊണ്ടുപോകാനാകും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻസറും കിട്ടാത്ത ഒരവസ്ഥയാണ്. കാരണം ശാരീരികം, മാനസികം, വൈകാരികം ഇങ്ങനെ പല 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 സപ്പോർട്ടുകൾ ആവുമ്പോൾ മാത്രമേ ഒരു നല്ല രക്ഷിതാവ് ആവുന്നുള്ളൂ. കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമല്ലോ. കേൾക്കാം. അപ്പോഴ് ആരാണ് ഒരു രക്ഷിതാവ് എന്ന് പറയുമ്പോൾ, ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷം ആ കുട്ടി വളർന്ന് ഒരു വൻ മരമാകുന്നത് വരെ എന്നല്ല, ടിൽ ദ എൻഡ് ഓഫ് എ രക്ഷിതാവ് തീരുന്നത് വരെ പലതരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോഴേ സ്കൂൾ തുറന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴ് ഗുഡ് പേരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒരു വ്രതം എന്നോണം അനുഷ്ഠിക്കേണ്ട ചില സംഗതികളാണ്. ഈ ഗുഡ് പേരന്റിങ്ങിനകത്ത് ഉൾക്കൊള്ളേണ്ട ഒത്തിരിയും പാഠങ്ങളുണ്ട്. അത് നമ്മൾ ബുക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സംഗതികളിൽ വെച്ചിട്ടോ പഠിച്ചു തീരാൻ പറ്റുന്ന കുറച്ചധികം സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഓരോ മാറി വരുന്ന സിറ്റുവേഷനിലും നമുക്ക് കുട്ടികൾക്ക് ഏതെല്ലാം തരത്തിലുള്ള സപ്പോർട്ടാണ് നൽകേണ്ടത്. ആദ്യം കുട്ടികളുടെ ആരാണ് ഒരു കുട്ടി? ഒരു കുട്ടി
കുട്ടിയുടെ ഡെഫിനിഷനിൽ ആരെല്ലാം വരും എന്നറിയാമോ? Parents. ആ, കുട്ടികളുടെ ഡെഫിനിഷനിൽ പേരൻസ് ആണോ വരുന്നത്? കുട്ടി എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഓരോ ആളും കുട്ടിയായിട്ടാണ് നിയമത്തിന്റെ കണ്ണിൽ കാണുന്നത്. അതിൽ തന്നെ 4-5 സ്റ്റേജ് ആയിട്ടുണ്ട്. ഒന്ന് ഇൻഫൻസി. ഇൻഫൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിച്ചിടം തൊട്ട് 1 വയസ്സൊക്കെ വരെ ഉള്ള ഒരു സംഭവമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഇൻഫൻസി കഴിഞ്ഞിട്ട് ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു 5-6 വയസ്സിനകത്ത് വെച്ച്. അത് കഴിഞ്ഞിട്ട് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഏകദേശം 12 വയസ്സ് വരെ പോകും. ഈ 12 വയസ്സ് തൊട്ടുള്ളത് ഏർലി അഡലസെന്റും അത് കഴിഞ്ഞ് അഡലസെന്റ് പീരീഡുമാണ് ഈ 18 ഇയേഴ്സ് വരെ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് ഏതെല്ലാം സപ്പോർട്ട് ആസ് എ രക്ഷിതാവ്, ഒരു പേരന്റ് എന്നുള്ള നിലയിൽ ഏതെല്ലാം തരത്തിലുള്ള സപ്പോർട്ടാണ് ഒരു കുഞ്ഞിന് കൊടുത്താൽ കുട്ടി നന്നായിട്ട് നടത്താൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഷാർപ്പായിട്ടും അറിഞ്ഞു കിട്ടേണ്ട അവസ്ഥകൾ. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? കേൾക്കാമോ? യെസ് മാം, കേൾക്കാം. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതേ ശൈലി തന്നെ മതിയല്ലോ? അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അതിന് നമ്മൾ എന്തുവാണ് ആദ്യം ചെയ്യുന്നത്? കുറച്ച് ടവൽസും മറ്റ് സംഗതികളും എല്ലാം എടുത്തു വെച്ച് അതിനെ പൊതിഞ്ഞ് നെഞ്ചോട് ചേർക്കും. ആദ്യമേ ഡോക്ടേഴ്സ് ആദ്യം തൊട്ട് പറയും അമ്മയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കട്ടെ, അമ്മയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കട്ടെ. എന്തിനാണത്? എന്തിനാണത് പറയാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ഹലോ, അമ്മയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കട്ടെ എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കട്ടെ എന്ന് പറയുന്നത് അത് പരിചയിച്ച ചുറ്റുപാടുമായിട്ട് സഹകരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴതിന് സുരക്ഷിതത്വ ബോധം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. സുരക്ഷിതത്വ ബോധം ഉണ്ടായാൽ മാത്രമേ ഒരു കുട്ടിക്കെന്നല്ല ഒരു വലിയ മനുഷ്യർക്കൊക്കെ ആയാൽ തന്നെയും നമുക്ക് നമ്മളുടെ മനസ്സിൽ കൂടി ഓടുന്നത്, അല്ലെങ്കിൽ നമുക്ക് വളരെ കാര്യമായിട്ട് എനർജറ്റിക് ആയിട്ട് ആരോഗ്യകരമായിട്ട് ചിന്തിക്കാനും ജീവിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ പുതപ്പിച്ചു വെക്കുന്നതും അമ്മയോട് ചേർത്ത് വെക്കുന്നതും ആ സുരക്ഷിതത്വ ബോധം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ആ സുരക്ഷിതത്വ ബോധം കിട്ടിയെങ്കിൽ മാത്രമേ കുട്ടിക്ക് ആദ്യത്തെ ഗതിയിൽ തന്നെ കുറച്ച് ആത്മവിശ്വാസം കിട്ടത്തുള്ളൂ. അല്ലാതെ അപരിചിതരുടെ ഹാർട്ട് ബീറ്റുമായിട്ട് അതിന് ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയെ കിട്ടണം, അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ കിട്ടുന്ന, അമ്മ ഇല്ലാത്ത ചില സിറ്റുവേഷൻസ് വരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം തൊട്ട് കിട്ടുന്ന സംഭവങ്ങളിൽ നിന്ന് വേണം അത് ഉൾക്കൊണ്ട് കൂടുതൽ ഇതോടുകൂടി വരാൻ. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നിയമത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് മലയാളത്തില് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന അനുച്ഛേദം 21 എന്ന് പറയുന്ന സംഗതിയിലാണ് നമ്മളുടെ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം ഷാർപ്പായിട്ട് ഫ്രം ദ വെരി ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ, ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ഇറ്റ്സ് ലൈഫ് ഇൻ ദ വൂംബ്, ഗർഭത്തിൽ ജനിക്കുന്ന മൊമെന്റ് തൊട്ട് ഒരു കുഞ്ഞിന്, അൺബോൺ ചൈൽഡിന് റൈറ്റ്സ് വരികയാണ്. അതേതാന്ന് നിങ്ങൾക്ക് അറിയാമോ? കാരണം അതിന്റെ പ്രതിഫലനമായിട്ടുള്ള ഒരു ആക്റ്റാണ് MTP. കേട്ടിട്ടുണ്ടോ? ഗർഭഛിദ്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഗർഭഛിദ്രം ഉണ്ട് മാഡം.
ഗർഭഛിദ്രം ഈ പർട്ടിക്കുലർ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന ആക്ടില് 2 സർക്കംസ്റ്റാൻസസിൽ മാത്രമേ ഗർഭഛിദ്രം അലൗഡ് ആയിട്ടുള്ളൂ, അനുവദനീയമായിട്ടുള്ളൂ. അത് ഏതാന്ന് വെച്ചാൽ, ഒന്ന് അമ്മയുടെ ഹെൽത്ത് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഹെൽത്ത്. അവിടെ തൊട്ടാണ് ഒരു കുഞ്ഞിന് റൈറ്റ്സ് തുടങ്ങുന്നത്. ഒരു കുഞ്ഞിന് ഏതെല്ലാം റൈറ്റ്സ് ഉണ്ട് അതെല്ലാം പേരന്റിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ കറസ്പോണ്ടിങ് ഡ്യൂട്ടിയാണ്. കൊച്ചിന് ശ്വസിക്കാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ ആ ശ്വസിക്കാനുള്ള ഓക്സിജൻ അല്ലെങ്കിൽ മറ്റ് അവശ്യ സംഗതികൾ കൊടുക്കാൻ ഏത് രക്ഷിതാക്കളും ഏത് രക്ഷാകർത്താക്കളും മാതാപിതാക്കളും ബാധ്യസ്ഥരാണ്. അതിന് വളരെ കാര്യമായിട്ട് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്ന ഈ ഭൂഖണ്ഡത്തില് ലാസ്റ്റിൽ ഓക്സിജൻ മേടിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരെ വരുന്ന അടുത്തോട്ട് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഈ ആർട്ടിക്കിൾ 21 പറയുന്ന സംഭവത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് പിന്നെയും നിയമത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ ഉയർന്ന ഒരു നിലയിൽ വന്നു എന്ന് UN കൺവെൻഷൻ ഓൺ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പാക്ട്, ഒരു ട്രീറ്റി, ഒരു ഉടമ്പടി എല്ലാ രാജ്യങ്ങളും തമ്മിൽ സൈൻ ചെയ്ത്. അതിനകത്ത് വരുന്നത് 54 ആർട്ടിക്കിൾസ് എന്ന് പറയും. 54 അവകാശങ്ങളാണ് കുട്ടികളുടെ. ഈ 54 അവകാശങ്ങളുടെയും ഉടമ്പടി ഇന്ത്യ അംഗീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ഇന്ത്യ ഒരു ആക്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതാണ് കമ്മീഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞ വേറൊരു ആക്ട് വന്നു. അതിനകത്തും കുട്ടികളുടെ 16 അവകാശങ്ങളെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടിയെ ഏത് തരത്തിലുള്ള പിന്തുണ അന്തരീക്ഷമാണ് രക്ഷിതാക്കൾ സൃഷ്ടിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോഴും അന്നും ഇന്നും ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ 90s 20ാം നൂറ്റാണ്ടില് കൊടുത്ത സപ്പോർട്ടൊക്കെ ഇപ്പം ഔട്ട്ഡേറ്റഡ് ആണ്. അന്ന് കൊടുത്ത ഒരു സപ്പോർട്ട് ഇന്നത്തെ കുഞ്ഞിന് കിട്ടിയിട്ട് ഒരു കഥയും ഇല്ലാത്ത അവസ്ഥയായി, അല്ലേ? 21ാം നൂറ്റാണ്ടില് പുതിയ പുതിയ ചലഞ്ചസും അതിനോടൊപ്പം തന്നെ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ കോവിഡും പ്രീ കോവിഡ് സിറ്റുവേഷനിൽ നിന്നും പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ കുട്ടികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല പല പ്രശ്നങ്ങളും ഉണ്ട്. അതൊരു പിന്നെ കേവലം പേരന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ പേരന്റ് പിന്നെ രക്ഷിതാവിന് പറ്റാത്ത തരത്തിൽ പ്രശ്നങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ഒരു സംഭവങ്ങളാണ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്ന് ഉറക്കെ ചിന്തിക്കേണ്ട കാലമാണ്. കാരണം ഒരു കുട്ടിക്ക് വികാസത്തിന്, ഒരു കുട്ടിയുടെ ശാരീരികം, ബൗദ്ധികം, മാനസികം ആയിട്ടുള്ള, വൈകാരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള ഒരു വികാസത്തിന് എന്തെല്ലാം ഒരു പേരന്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ഇന്ന് ഞാനിവിടെ കുറച്ച് സംസാരിക്കാൻ പോകുന്ന സംഭവങ്ങൾ. കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ശരിക്കും ഒരു പേരന്റിന്റെ അടിസ്ഥാന ചുമതല. അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടിയെ പിന്നെ ആദ്യമായിട്ട് മാറോട് ചേർത്ത് പിടിക്കുകയും പിന്നെ അതിനെ ഫീഡ് ചെയ്യുക, അതിന് വേണ്ടുന്ന പോഷകമൂല്യമുള്ള ഫുഡ് കൊടുക്കുക, അതിന് വേണ്ടുന്ന ഷെൽട്ടർ കൊടുക്കുക, ഡ്രസ്സ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ആദ്യത്തെ ഇത്. അതിനുശേഷം ഉടനെ തന്നെ നമ്മളുടെ അതിനുശേഷം എന്നൊരു ശേഷമല്ല, അതിനോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് വേണ്ടുന്ന ചില ബൂസ്റ്റർ ഡോസസ്, മെഡിക്കൽ ചെക്കപ്പുകൾ, വാക്സിനേഷൻ എന്നിവയെല്ലാം കൊടുക്കാൻ ഏത് പേരന്റും ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ ഈ കുട്ടിയെ എപ്പോഴും നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അമ്മൂമ്മമാരും എല്ലാം വന്ന് പറയും, കൊച്ചിനെ എല്ലാവർക്കും കൈമാറാൻ കൊടുക്കരുത്.
കൊച്ചിന് പരിചയമുള്ളവർ മാത്രം 1 2 പേര് മാത്രം ഡീൽ ചെയ്താൽ മതി. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ സുരക്ഷിതത്വ ബോധം, അമ്മയോട് ചേർത്ത് വെക്കുന്ന അതേ രീതിക്കുള്ള സുരക്ഷിതത്വ ബോധം കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞിനെ എപ്പോഴും അറിയുന്നവർ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് എന്നുള്ള സുരക്ഷിതത്വ ബോധം കൊടുക്കാനാണ്. പിന്നെ കുഞ്ഞ് കരഞ്ഞു തുടങ്ങുമ്പം തന്നെ നമ്മൾ അതിനെ ഫീഡ് ചെയ്യിക്കാനും ബാക്കിക്കും ഒക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണയാണ് ആദ്യം തൊട്ടേ കൊടുക്കുന്നത്. കാരണം കുഞ്ഞ് കരയുമ്പം തന്നെ അമ്മ എടുത്തു വെച്ച് മാറോട് ചേർത്ത് പിന്നെയും കരച്ചിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഇനി പാല് കൊടുക്കാനുള്ള സമയമായി എന്ന് അമ്മ തിരിച്ചറിഞ്ഞ് അതിനെ ഫീഡ് ചെയ്യുന്നത് അതിന് ശാരീരികം മാത്രമല്ല, അവിടെ മാനസികവും വരുന്നുണ്ട്, വൈകാരികമായ ഒരു പിന്തുണയും അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ കുഞ്ഞിന്റെ ഒരു ഇൻഫൻസി സ്റ്റേജ് കഴിഞ്ഞാൽ കുഞ്ഞ് എല്ലാ സ്റ്റേജസിൽ കൂടിയും കടന്നു പോയിട്ടുണ്ടോ? ഓരോ മൈൽ സ്റ്റോൺസിലും എൻ്റെ കുഞ്ഞ് കടന്നു പോയിട്ടുണ്ടോ? അതല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക. എന്താണ് അതിന് മറുത്ത് നിൽക്കുന്ന എലിമെന്റ്, എന്താണ്, ഏത് ഫാക്ടറാണ് അതിന് എതിരായിട്ട് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പിന്നെ സപ്പോർട്ട് കൊടുക്കുക, പിന്തുണകൾ കൊടുക്കുക. പിന്നെ അതിനുശേഷം ഓരോ പേരന്റും എത്തിപ്പെട്ട് നിൽക്കേണ്ട കഥകൾ എന്ന് വെച്ചാൽ ഈ കുട്ടി എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഈ കുട്ടി ഏതെല്ലാം രീതിക്കാണ് നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ അതിൻ്റെ ഒരു രീതി കാണിക്കുന്നത്. അതിന് ഞാൻ എന്നെ തന്നെ ഒരു എക്സാമ്പിൾ ആക്കി പറയുകയാണ്. എനിക്ക് എൻ്റെ ചേച്ചിയും ബ്രദറുമാണ് എനിക്കുള്ളത്. എപ്പോഴോ എൻ്റെ ഫാദർ ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ 3 പേരെയും കൂടെ ഊഞ്ഞാലാടിയപ്പം 3 പേര് കയറി ഇരുന്നത് കൊണ്ടാകാം ഊഞ്ഞാല് പൊട്ടിയപ്പം ബാക്കി 2 പേരും വീണു. ഞാൻ കയറി തൂങ്ങിക്കിടന്നെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പൊ അന്ന് തൊട്ടേ അറിയാം, നീ ജീവിതത്തിൽ കൂടുതൽ ഫെയിലുവേഴ്സ് ഫേസ് ചെയ്യാതെ പൊങ്ങിക്കിടക്കും എന്ന് അച്ഛൻ അന്ന് തൊട്ടേ പറഞ്ഞു തരുന്ന ഒരു ആത്മവിശ്വാസമാണ്. ഒരു റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ തന്നെ എനിക്ക് കിട്ടിയ ധൈര്യം, ആദ്യത്തെ ധൈര്യം അതായിരിക്കണം. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏത് തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് ഒരു പേരന്റ് കൊടുക്കുന്നതെന്നുള്ളതിന്റെ ആദ്യ ചൂടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ രീതിക്കാണ് കുഞ്ഞിനെ ആദ്യം വൈകാരികമായിട്ടും, അല്ലെങ്കിൽ കുട്ടി ഏത് തരത്തിലുള്ള വികാരങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്, ഏത് തരത്തിലുള്ള വികാരങ്ങളാണ് അത് പ്രകടിപ്പിക്കുന്നത് എന്നെല്ലാം നോക്കി വെക്കുക. വളരെ കീനായിട്ട്, വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കി വെച്ചാൽ മാത്രമേ ഒരു പേരന്റിന് കാര്യമായിട്ടും ഇത് കയറി വരാൻ പറ്റുന്നുള്ളൂ. അതിനുശേഷം പിന്നെയും വരുന്നത് ഏത് സംഭവം, കുട്ടി നിനക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? അത് പണ്ടത്തെ ജോയിന്റ് ഫാമിലിയിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ ഇത് ഹിന്ദുവിനകത്ത് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രത്ത് പിന്നെ SP ഫോർട്ട് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഫോർട്ട് സ്കൂളുണ്ട്. ഫോർട്ട് സ്കൂളിൽ പോക്സോ എന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ഒരു ബ്ലോഗറെ പ്രവേശന ഉത്സവത്തിൽ പ്രവേശിപ്പിച്ചു. അതിനകത്ത് അയാൾ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അതിനെതിരെയുള്ള ഒരു കേസ്. മനസ്സിലായോ? അപ്പം നമ്മൾ കുട്ടികളെ എപ്പോഴും ആശയവിനിമയം, എന്നെ ആരൊക്കെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്, ഏത് രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം തുറന്ന് അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ തന്നെ പറഞ്ഞു തരാനുള്ള ഒരു സംവിധാനം. അതാണ് തുറന്ന ആശയവിനിമയത്തിനുള്ള കുട്ടിയുടെ റൈറ്റ്. മനസ്സിലായോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുരക്ഷിത സ്പർശനം, അല്ലെങ്കിൽ സേഫ് ടച്ചും അൺസേഫ് ടച്ചും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് പല ഒഫൻസസും വരുമ്പം ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ വരെയും അതിന്റെ പ്രൈവറ്റ് പാർട്സിലും ഒക്കെ അമ്മ മാത്രമേ തൊടാവുള്ളൂ, കുളിക്കുന്ന സമയത്ത് മാത്രമേ തൊടാവുള്ളൂ. ഇങ്ങനെയുള്ള പല സംഗതികളും നമ്മൾ ഇനി പറഞ്ഞു കൊണ്ടുവരേണ്ടതായിട്ട് വരും.
പിന്നെ അവിടെ ആ കൊച്ചു പ്രായത്തില് അമ്മയും അച്ഛനും അല്ലാതെ അൺസേഫ് ടച്ച് അമ്മയ്ക്കും അച്ഛനും ആകാം എന്നല്ല ഞാൻ പറയുന്നത്. പ്രൈവറ്റ് പാർട്സിലോട്ട് അമ്മയല്ലാതെ മറ്റൊരാളും തൊടരുത് എന്നുള്ള ആ ഒരു തൊട്ടാൽ വന്ന് പറയുക, അത് ഇൻഫോം ചെയ്യുക, നമുക്ക് പിന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അപ്പോഴൊക്കെ തന്നെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താം, നിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കാനുള്ള ഒരു വേദി തന്നെയാണ് കുടുംബം. കുടുംബമാണ് ആദ്യത്തെ കുട്ടിയുടെ ആശയവിനിമയത്തിനും തുറന്ന് എല്ലാ സംഗതികളും പറയാനും അതിൻ്റെ എല്ലാ രീതിക്കും, അതിപ്പോ ഓട്ടം ആവട്ടെ, ചാട്ടം ആവട്ടെ, സംസാരം ആവട്ടെ, പാട്ടാവട്ടെ, ഏതാന്നൊന്നുമില്ല, അതിൻ്റെ സർഗശക്തികളെല്ലാം ആദ്യം സ്വന്തം വീട്ടിൽ നിന്നാണ്. അത് കാണുന്ന സൊസൈറ്റി ആദ്യം വീടാണ്. ഒരു മൈക്രോ സൊസൈറ്റി ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് ഇത് മൈക്രോയോ ആയിരുന്നില്ല, ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ. അപ്പം ഇതെല്ലാം ഒരു കുഞ്ഞിന് പിന്നെ ആദ്യത്തെ പടി എന്നോണം ആത്മവിശ്വാസം അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കാനുള്ള റൈറ്റ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ആരിലാണ്? രക്ഷിതാവിൽ തന്നെയാണ്. ആ രക്ഷിതാവാണ് അതിന് ഏത് സർഗശക്തിക്കും ഉയരാനുള്ള മീൻസ് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു അടിത്തറയുടെ ഇത് നോക്കി ഓരോ കുട്ടികളെയും ഡ്രോയിങ്, ഡാൻസ്, അല്ലാതെ ഓട്ടം, ചാട്ടം, മറ്റു സംഗതികളെല്ലാം പഠിപ്പിക്കാൻ ഈ പേരൻസ് ബാധ്യസ്ഥരാണ്. പിന്നെ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് ഏറ്റവും നല്ല സ്കൂള് തിരഞ്ഞെടുക്കുക തൊട്ട് ഏതെല്ലാം ലിപി, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും പിന്നെ മറ്റൊരു ഏത് ഭാഷയായാലും അതിൽ അവഗാഹം എന്ന വളരെ ഡീപ്പായിട്ട് അറിയാവുന്ന ആൾക്കാരെ വെച്ച് തന്നെ പഠിപ്പിക്കുമ്പോൾ അതിന് തെറ്റുകളും കുറ്റങ്ങളും കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ബൗദ്ധിക വികാസത്തിനും പിന്നെ സഹജീവികളോടുള്ള സ്നേഹം, സഹാനുഭൂതി, ഇങ്ങനെയുള്ള പല പല സംഗതികളും പിന്നെ വളർത്തിയെടുപ്പിക്കേണ്ടത് ആദ്യം കുടുംബത്തിൽ നിന്നാണ്. പിന്നെ നഴ്സറി സ്കൂളായാലും ശരി, സ്കൂളിലായാലും ശരി, അത് തീർച്ചയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും. അതിനും ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നെ തന്നെയാണ്. ഞാനെന്നുള്ള ഒരു ഭാവം ഉള്ളത് കൊണ്ടല്ല, ഞാനൊരു സ്പെഷ്യൽ വ്യക്തിയാണ്. അപ്പോഴേ നിങ്ങൾക്കത് കൂടുതൽ ഗ്രഹിക്കും എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ പറയുന്നത്. ഞാൻ ജനിച്ചപ്പോഴേ ഒരു സെർബ്രൽ പൾസി അഫക്റ്റഡ് ആളാണ്. അപ്പം എൻ്റെ കസിൻസും ബാക്കിയും എല്ലാം നന്നായിട്ട് പഠിക്കുകയും പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിൽ ഇരിക്കപ്പുറതി ഇല്ലാത്തോണം ഒരു ഇതായിരുന്നു. എനിക്കും സ്കൂളിൽ പോകണം, അമ്മയ്ക്കും അച്ഛനും വിടാനുള്ള പേടിയും. ഏതായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 ചുവടപ്പുറമുള്ള സ്കൂളിൽ എന്നെ ചേർത്ത് കഴിഞ്ഞപ്പം ഫസ്റ്റ് ഡേ അച്ഛനും അമ്മയും ഏതോ കല്യാണത്തിന് പോയി. ഇന്ന് അവള് പോകേണ്ട കൊച്ചു ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചു. ഞാനൊട്ടും കളിച്ചില്ല. ഞാൻ ഡ്രസ്സ് ചെയ്ത് HMന്റെ അടുക്കെ പോയി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്കൂളിൽ ചേർന്ന കുട്ടിയാണ്, എനിക്ക് 1-ാം ക്ലാസ്സിൽ ഇരിക്കണം. മനസ്സിലായോ? ഇതെന്താണ് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ, അച്ഛനും അമ്മയും തന്ന ആ ആത്മവിശ്വാസം തന്നെയാണ് ഒരു HMന്റെ അടുക്കൽ, പ്രധാന അധ്യാപകന്റെ അടുക്കൽ ആദ്യത്തെ ദിവസം ഞാൻ പോയി സംസാരിക്കുന്നത്. അല്ലേ? യെസ് ഓർ നോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാമോ? മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു റിലേറ്റീവും തന്നെ എൻ്റെ ക്ലാസ്സിലുണ്ട്, ഒരു ബന്ധു. ആ കുട്ടിക്ക് എനിക്ക് വലത് കാലിനും വലത് കൈക്കും സ്വാധീനക്കുറവാണ്. അപ്പൊ ആ കുട്ടിയുടെ അന്നത്തെ കൊച്ചു പ്രായത്തിൽ അത് എൻ്റെ മുടന്തി വല്യമ്മ എന്ന് വിളിച്ചു. അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ എന്നോട് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട്. ആരും നിന്നെ മാറ്റി നിർത്തുകയോ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അഥവാ ചെയ്യുകയാണെങ്കിൽ നീ അവിടെ ഉള്ള പ്രധാന അധ്യാപകരോടും അല്ലെങ്കിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന സഹപാഠികളോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. എനിക്കറിയില്ല, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ കുട്ടി ഇങ്ങനെ വിളിച്ചപ്പം ഞാൻ ഓടിപ്പോയി എൻ്റെ ടീച്ചറിന്റെ അടുക്കെ പറഞ്ഞു. ഇത് ടീച്ചറിന് ഇത് പുതിയതാണ്. ടീച്ചർ ഒരു മൊമെന്റ് അതിന് മോള് മുടന്തിയൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് 2 ഡ്രോപ്പ് ഓഫ് കണ്ണുനീര്, ആ ടീച്ചറിന്റെ ആ 2 ഡ്രോപ്പ് ഓഫ് കണ്ണുനീര് എന്നെ എവിടം വരെ എത്തിച്ചെന്നറിയാമോ?
ശരിക്കും എൻ്റെ ഓരോ പടവ് കയറുമ്പോഴും തങ്കമണി എന്നാണെന്നാണ് ആ ടീച്ചറിന്റെ പേരെന്നാണ് എൻ്റെ തോന്നല്. ഈ വേദിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പം പോലും അവര് തന്ന ചേർത്ത് നിർത്തലാണ് എനിക്ക് എന്നെ ഇവിടം വരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയത്. ആ തരത്തിലുള്ള ഒരു സമീപനമാണ് ടീച്ചേഴ്സിൽ നിന്നും പിന്നെ രക്ഷിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് കൊടുക്കേണ്ട സംഭവം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മാം, ഉണ്ട്. ആ Yes. അപ്പൊ ആ രീതിക്ക് അപ്പൊ അന്ന് അല്ല നീ ഒരു മുടന്തിയാണ്, അല്ലെങ്കിൽ നിനക്ക് വയ്യാത്തതല്ലേ, നീ മാറി നിൽക്കുക, ഇവരുടെ കൂടെ അടിയിടാനോ കളിക്കാനോ പോകണ്ട എന്ന് പറഞ്ഞ ഒരു ടീച്ചറായിരുന്നു എനിക്കുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യത്തില്ലായിരുന്നു. മനസ്സിലായോ? ആ തരത്തിലുള്ള എല്ലാ രീതിക്കും കൂട്ടിക്കൊണ്ടുവന്ന് ഒരാളെ ആർട്ടിക്കിൾ 21 ഓഫ് ദ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്ന ആ ഒരു രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരു രക്ഷിതാവ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായി എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. എങ്കിലും ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു തരാം. ഓരോ കുട്ടിയെയും സഹാനുഭൂതി വളർത്തുക, കൂടെ വരുന്നത് നടക്കുന്നത്, കൂടെ ഇടപെടുന്ന ഓൾഡ് ഏജ് പീപ്പിൾ, അമ്മൂമ്മ, അപ്പൂപ്പൻ, അങ്ങനെയുള്ളവരോടും പിന്നെ അല്ലാത്ത വളർത്തുമൃഗങ്ങള്, പക്ഷികള്, അല്ലെങ്കിൽ കൂടെ ഉള്ള നമ്മളിൽ നിന്ന് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ബാക്കി ഏത് രീതിയിലും വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ താഴ്ന്നു നിൽക്കുന്നവരെയൊക്കെ കൈ പിടിച്ചു ഉയർത്തി കൊണ്ടുവന്ന് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം കൊടുക്കണം എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ തന്നെ കാണിച്ചു കൊടുത്തു കുട്ടികളെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവിടെ സ്നേഹവും സഹാനുഭൂതിയും പഠിക്കുവാനുള്ള ഓരോ അറിവും അത് അക്ഷരത്തിൽ നിന്നാണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത് ഒരു അന്തരീക്ഷത്തിൽ നിന്നാണെങ്കിലും പിന്നെ ഒരാളുടെ പെരുമാറ്റ രീതിയിൽ നിന്നാണെങ്കിലും ഏത് രീതിയിൽ നിന്നാണെങ്കിലും പഠനത്തോടുള്ള ഒരു അഭിനിവേശം, ഞാനത് സ്നേഹം എന്നൊന്നും അല്ല പറയുന്നത്, അഭിനിവേശത്തോടുകൂടി പഠിച്ചാൽ മാത്രമേ പഠനം പൂർത്തിയാവത്തുള്ളൂ. അത് വളർത്തിയെടുക്കേണ്ടത് തീർച്ചയായിട്ടും പേരൻസ് മാത്രമാണ്. കാരണം എന്ന് വെച്ചാല് ഞാൻ പഠിക്കുന്ന കാലത്തിന്റെ കണക്കല്ല, ഇപ്പോഴത്തെ കാലത്ത് പല തലത്തിൽ നിന്നും 4 ഡയറക്ഷനിൽ നിന്നല്ല 8 ഡയറക്ഷനിൽ നിന്നും കുട്ടികളുടെ ഡൈവേർഷൻ, കുട്ടികളെ മാറ്റി പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മൊബൈലാണ്, ഒന്ന് TV ആണ്, ഒന്ന് കമ്പ്യൂട്ടറാണ്, ഒന്ന് യൂട്യൂബാണ്, ഒന്ന് ഒരു കൂട്ടം സഹപാഠികളാണ്, ഒന്ന് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഫങ്ഷൻ ചെയ്യാത്ത നിങ്ങളുടെ നാട്ടിൽ ഈ അടുത്തിടയ്ക്ക് നടന്ന കണക്കുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന പേരൻസിന്റെ കുടുംബാന്തരീക്ഷമാണ്. ഇതെല്ലാം മാറ്റിവെച്ച് ശരിക്കും മുനിവര്യന്മാരും യോഗീശ്വരന്മാരും ഒക്കെ പറയുന്നതെന്ന് പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഒരു നല്ല പൗരനെ വാർത്തെടുക്കാൻ വേണ്ടി മാത്രമേ ജീവിക്കാവുള്ളൂ എന്നാണ്. അതിൻ്റെ ഇംപ്ലോയിഡ് മീനിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. പിന്നെ ഏത് കുട്ടിക്കും അവനവൻ്റെതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എപ്പോഴും നമ്മൾ അഫേം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അഫേം ചെയ്യാന്ന് വെച്ചാൽ ടീച്ചേഴ്സുമായിട്ട് വഴക്കിടുക എന്നുള്ളതല്ല ഞാൻ അവിടെ മീൻ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയെ മറ്റൊരാളായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിന്നും മറ്റുള്ള കുട്ടികളിൽ നിന്നും വേർതിരിച്ച് തരം താഴ്ത്തി ഏതെങ്കിലും ഒരു സമീപന രീതി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ടീച്ചേഴ്സിനോട് തന്നെ, ആ പർട്ടിക്കുലർ ടീച്ചറിനോട് തന്നെ, അല്ലെങ്കിൽ പ്രധാന അധ്യാപികയോട് തന്നെ, അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ എന്ന് പറഞ്ഞിട്ട് അമ്മയോ അച്ഛനോ പോയി പറയുന്ന ഒരവസ്ഥ, അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് കുട്ടിക്ക് സ്കൂളിലും സ്വാതന്ത്ര്യത്തോടുകൂടി അതിൻ്റെ ആശയവിനിമയം നടത്താനും അല്ലെങ്കിൽ അതിനനുസരിച്ച് പഠിക്കാനും ഒക്കെ ഉള്ള ഒരു പൂർണ്ണ അന്തരീക്ഷം, പിന്തുണാ അന്തരീക്ഷം ശരിയാക്കി എടുക്കാൻ നോക്കൂ. അതിനും ഞാൻ എക്സാമ്പിൾ പറയാം. കാരണം അതും ഞാൻ എൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. എൻ്റെ മകള് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം ഒരു ടീച്ചർ വന്ന് എന്നോട് ചോദിച്ചു, ഒരു LIC പോളിസി എടുക്കുമോ എന്ന്. അപ്പം ഞാൻ ടീച്ചറിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ എൻ്റെ കയ്യിൽ നമഹാന്ന് 5 കാശ് എടുക്കാനുള്ള ഒരു സമയമല്ല, അതുകൊണ്ട് ഈ വീട് പണിയൊക്കെ കഴിഞ്ഞ് സ്വല്പവും കൂടെ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് ഞാനൊരു LIC പോളിസി എടുത്തോളാം. പക്ഷെ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാം ബിഗ് നോ, കാരണം വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് കോൺസ്റ്റന്റ്ലി വന്ന് പറയുമായിരുന്നു, ആ ടീച്ചർ പിന്നെ എന്നോട് പണ്ടത്തെ കണക്കല്ല, വല്ലാത്ത രീതിക്കാണ് പെരുമാറുന്നത്, വല്ലാത്ത രീതിക്കാണ്. അപ്പൊ ഞാൻ ഷീല മാമിനെ നേരെ കാണാൻ പോയിട്ട് ഞാൻ മാമിനോട് പറഞ്ഞു, മാമിന് ഒരു LIC പോളിസി ജീവിക്കാൻ എത്രത്തോളം വലുതാണ് എന്നുള്ളത് കണക്ക് തന്നെയാണ് ഞങ്ങൾക്കൊരു വീട് ഉണ്ടാവുന്നത്. വീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരെണ്ണത്തിലോട്ട് അന്നേരം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും കുട്ടികളോടുള്ള ഒരു സമീപന രീതി മാറ്റാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും മാമിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം എടുക്കും എന്ന് അഫേം ചെയ്ത് പിന്നെ മാം നന്നായിട്ട് പെരുമാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് ഈ മൈക്രോ ഫാമിലിയുടെ സിസ്റ്റത്തിൽ കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടായിരുന്ന സമയത്തും സ്കൂളിലും ഒക്കെ കാണുന്നതാണ് പിള്ളേർ തമ്മിലുള്ള ഇടി പ്രശ്നം. ഈ പ്രശ്നങ്ങൾ അവര് തന്നെ ഉണ്ടാക്കുമ്പോൾ അവര് തന്നെ സോൾവ് ചെയ്ത് പഠിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വേദിയാണ് കുട്ടികൾ തമ്മിൽ അടി കൂടുന്നത്. അത് നമ്മൾ അങ്ങേയറ്റം വരെ കാത്തിരിക്കരുത്. ഒരു പരിധി വരെ അവരെത്രത്തോളം അതിൽ ഇൻവോൾവ് ആവുമെന്ന്, അത് കഴിഞ്ഞിട്ട് എത്ര മൊമെന്റ്സിനിടയ്ക്ക് പിന്നെ അവർ കെട്ടിപ്പിടിക്കുന്ന ഫ്രണ്ട്സ് ആവും എന്നുള്ളത് നമുക്ക് ടീച്ചേഴ്സിനായാലും നിങ്ങൾക്ക് പേരൻസിനായാലും ഒക്കെ വളരെ കാര്യമായിട്ട് വീക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അവിടെയാണ് അവന്റെ എല്ലാ രീതിക്കുമുള്ള ഒരു വ്യക്തിത്വ വികസനം മീൻ ചെയ്യുന്നത്. കാരണം ഒരു ഫ്രണ്ട് ഒന്ന് തോണ്ടി അല്ലെങ്കിൽ ഞോണ്ടി അല്ലെങ്കിൽ ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എത്ര ദിവസം ഇവൻ മിണ്ടാതിരിപ്പ് കൂടുതലാണെങ്കിൽ അവിടെ എന്തൊക്കെയോ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് നമുക്ക് പിന്നെ കൗൺസിലിംഗ് ചെയ്ത് മാറ്റിയെടുക്കേണ്ട പ്രോബ്ലംസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അമ്മയ്ക്കായിരിക്കും കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. അമ്മയ്ക്കല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സിനായിരിക്കും. അതും ഞാൻ ഷാർപ്പായിട്ട് പറയാം. പിന്നെ അതിനും ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കുന്നത്. ഞാൻ 6ലും 7ലും പഠിക്കുമ്പോൾ എൻ്റെ ഹിന്ദി ടീച്ചർ ഒരു സ്റ്റെല്ല ടീച്ചറായിരുന്നു. ടീച്ചർ എപ്പോഴും അമ്മ കുട്ടി എങ്ങനെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ അമ്മ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലും ഒരു ദിവസമെങ്കിലും അന്ന് ഇതൊന്നും മസ്റ്റായിരുന്ന ഒരു കാലമല്ല. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. വേറെ സ്കൂളിലെ ടീച്ചറായിരുന്നെങ്കിൽ കൂടിയും അമ്മ എല്ലാ മാസത്തിലും 2 പ്രാവശ്യമെങ്കിലും കുട്ടി എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ ഓടി വരുന്ന അമ്മയായിരുന്നു. അപ്പം ടീച്ചർ പിന്നെ അമ്മയോട് പറഞ്ഞു, അവൾക്ക് ഈ ബലഹീനതകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവൾ ഒരു കുട്ടിയോടും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല, വളരെ അറ്റൻറ്റീവ് ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നതെന്ന്. ആ മൊമെന്റിൽ അമ്മ റേസ് ചെയ്തിട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് അവളെ കൊണ്ട് വാസ്തവത്തിൽ തോറ്റു. വീട്ടിൽ ഭീകര ബഹളമാണ്, ഭീകര ചട്ടമ്പിയാണ്, എല്ലായിടവും വീഴുകയും പൊട്ടലും ബാക്കിയും ഒക്കെയാണ്. ടീച്ചർ ഇത് പറയുമ്പോൾ എനിക്ക് അതിശയമാണ് തോന്നുന്നത്. അത് അമ്മ വീട്ടിൽ വന്ന് പറയുകയും അപ്പോഴേ എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനെ എന്നെ എങ്ങനെ നോക്കിക്കാണുന്നു, അത്ര അറ്റൻറ്റീവ് കുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് പഠനത്തിൽ വളരാൻ വളരെ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ ഈ പ്രശ്ന പരിഹാരങ്ങളും പിന്നെ കുട്ടികൾ എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ നിങ്ങൾ നോക്കി അതിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ജീവിത നൈപുണ്യങ്ങൾ ഓരോ സ്കിൽസും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ പിന്നെ ഓട്ടം എത്ര കണ്ട് വൈകാരികമായും മാനസികമായും ശാരീരികമായും ഒരു കുട്ടിക്ക് നന്മയേകുന്നു, ഡോപാമിൻ എത്രത്തോളം കൂടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളായിട്ട് വളർത്താൻ പറ്റും. ഓട്ടം എന്ന് മാത്രമല്ല, അത് ഡാൻസ് ആയാലും ശരി, നെക്സ്റ്റ് ഒരു ഹോബി ഏതായാലും ശരി. അങ്ങനെ ഓരോ കുട്ടിയെയും അതിനനുസൃതമായിട്ട് തന്നെ വളർത്തണം. എൻ്റെ കുഞ്ഞിനെ ഞാൻ പിന്നെ ഡാൻസിന് വിട്ട് കഴിഞ്ഞിട്ട് അരങ്ങേറ്റ സമയത്ത് ഇവിടുത്തെ ഒരു IAS ഓഫീസറായ ബിജു പ്രഭാകരൻ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബിജു പ്രഭാകരൻ സാറിൻ്റെ മകളും എൻ്റെ മകളുടെ അതേ ക്ലാസ്സിൽ തന്നെയായിരുന്നു ഡാൻസ് പഠിച്ചത്. അപ്പൊ അതില് ചീഫ് ഗസ്റ്റായിട്ട് ബിജു പ്രഭാകരൻ സാറ് വന്നപ്പം സാറ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഞങ്ങള് മുൻ തലമുറയാണ്, ഈ തലമുറയിൽ ഞങ്ങൾക്ക് വരുന്ന ജോബ് ടെൻഷൻസും വീട്ടിലെ ടെൻഷൻസും എല്ലാം കൂടെ ജീവിതം ഏതാണ്ട് കുളമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതേസമയം ഇപ്പോഴത്തെ പേരൻസ് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊരു ഹോബി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ
അത് തീർച്ചയായിട്ടും ടെൻഷൻ നമ്മളെ കാർന്നു തിന്ന് ജീവിതം കാർന്നു തിന്ന് മറ്റൊരു മാറാരോഗത്തിലേക്ക് ആക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഒരിക്കലും കൊണ്ടുവരത്തില്ല എന്ന് സാറൊന്ന് അഫേം ചെയ്യുമ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ SSLC എക്സാമിന്, SSLC അല്ല ICC 10th എക്സാമിന് മുമ്പ് കൊച്ചിന്റെ നിർബന്ധം കൊച്ചിന് ഗിത്താർ വേണം എന്നാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ബിഗ് ഒരു ക്വസ്റ്റ്യനോടുകൂടി അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കുവാണ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വൈ നോട്ട്, ഇപ്പം തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാം. കാരണം മറ്റൊന്നുമല്ല, കുട്ടി പഠിച്ച് അപ്പം ചെയ്യാൻ ഈ സ്ട്രിങ്സ് അതിന് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളത് മാത്രമേ ഞാൻ അതിനകത്ത് മീൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് 4th ഗ്രൂപ്പ് എടുത്ത ഒരാളാണ്. വീട്ടിലെ ബാക്കി എല്ലാ ആൾക്കാരും 2nd ഗ്രൂപ്പ് എടുത്ത് മറ്റൊരു ലൈനിൽ പോകുമ്പോൾ ഞാൻ മാത്രം 4th ഗ്രൂപ്പ് എടുക്കുമ്പം എൻ്റെ സിബ്ലിങ്സ് തന്നെ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യും. എനിക്കതൊന്നും കരച്ചിലായിട്ടോ ബാക്കിയായിട്ടോ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ ഞാൻ വാശിയായിട്ട് മനസ്സിലിട്ട് നന്നായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് അമ്മ എപ്പോഴും ഒരു സെന്റൻസ് ഞാൻ കോമേഴ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ മലയാളമോ വായിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അമ്പലത്തിൽ കേൾക്കുന്നത് പാടിക്കൊണ്ടിരിക്കും. അപ്പോഴമ്മ ഒന്ന് വഴക്ക് പറയും, നീ നാളെ അയ്യപ്പന്റെ പാട്ടാണോ പരീക്ഷ എഴുതുന്നത് അതോ കോമേഴ്സ് ആണോ പരീക്ഷ എഴുതുന്നതെന്ന്. പക്ഷെ എനിക്ക് തന്നെ അന്ന് എനിക്കറിയില്ല, ഞാനിത് അഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട് പാടിയിരുന്നത്. ഒരു 10 സെന്റൻസ് ഞാൻ വായിച്ചാൽ പിന്നെ ആ വീട്ടിലെ എല്ലാ റൂമിലും കയറി ഇറങ്ങി പഠിച്ച സംഗതികളല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അയ്യപ്പ ഭക്തി ഗാനങ്ങളാ പാടിയത്. പക്ഷെ അത് ഒരു തരത്തിൽ എന്നെ റീഇൻഫോഴ്സ് ചെയ്ത് പഠിച്ചത് ഉറപ്പിക്കാനായിരുന്നായിരിക്കണം ഞാൻ നടന്നതെന്ന് പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ കുട്ടികൾ ചില കാര്യങ്ങളിൽ അവരുടേതായ ഒരു നിലയെടുത്ത് നേരെ പഠിക്കുന്നുണ്ടെങ്കിൽ, അത്രയും ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പേരന്റിന് കുറച്ച് പിന്നെ റിലാക്സേഷൻ കിട്ടും. മൊത്തവും നമ്മൾ അതിനകത്ത് നോക്കേണ്ടി വരത്തില്ല. ആ ഒരു രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ജങ്ക് ഫുഡിന്റെ കാലമാണ്. ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറയാം പേരൻസ് തൊട്ട് ഇപ്പം കഴിക്കുന്ന കാലമാണ്. പക്ഷേ ഈ വേണ്ടാത്ത ഫുഡുകൾ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ വൈകാരികതയ്ക്കോ കൂടുതൽ പ്രശ്നങ്ങളും പ്രഷറും ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ നല്ല ഒരു അന്തരീക്ഷം ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കഥയുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഫുഡ് കഴിക്കാൻ കുട്ടികളെ എൻകറേജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇത് പറയാം. ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും എന്നും ജലദോഷത്തിന്റെ ആളായിരുന്നു. അപ്പൊ അമ്മയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെ ഇത്രയും ആന്റിബയോട്ടിക്സും മറ്റു സംഗതികളും ഒന്നും കൊടുക്കാതെ ശർക്കരയും നാരങ്ങാ നീരും പിന്നെ കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ, നാരങ്ങാ നീരെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് നാരങ്ങാ നീരിനകത്ത് ശർക്കര കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പനി വരത്തില്ല എന്ന്. അത് അമ്മ പ്രാവർത്തികമാക്കി തന്നു. കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ പനിയൊക്കെ മാറി. അങ്ങനെ പെട്ടെന്ന് വിട്ടു പനി വരുന്ന സംഭവങ്ങളെല്ലാം എൻ്റെ മാറി. അതേപോലെ പല പല രീതിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഫുഡ് കഴിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി, ജങ്ക് ഫുഡ് അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കാതെ അവരോട് തന്നെ പ്രിപ്പയർ ചെയ്ത് പിന്നെ നല്ല നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട് കേട്ടോ. ഈ പിന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സംഭവങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന പല പല ഇതുമുണ്ട്. അതൊക്കെ വൈകിട്ട് കുട്ടികൾ വരുമ്പം ഉണ്ടാക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം തന്നെ എൻ്റെ കാലത്തൊന്നും ക്യാരറ്റ് പുട്ടോ ബീട്രൂട്ട് പുട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ കൊച്ചിനൊക്കെ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്കും ഇതെല്ലാം പരീക്ഷിക്കാവുന്ന സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കൂടുതൽ ഗ്രഹിക്കണം. കാരണം ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ചാ പറയുന്നത്, വേറൊരാളുടെ എക്സാമ്പിൾ വെച്ചിട്ടല്ല ഈ പറയുന്നത്. പിന്നെ തെറ്റുകളിൽ നിന്ന് എപ്പോഴും ഒരു പാഠം പഠിച്ച് നീ ഒരു തെറ്റും നമ്മളെ തീർക്കുന്നതല്ല. ഒരു തെറ്റും ഒരു ആത്മഹത്യയിലേക്ക് വഴി തെളിക്കത്തില്ല. നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പല പല സംഗതികളും കുഞ്ഞിലെ തൊട്ട് പാഠം പഠിപ്പിച്ച് തന്നെ വേണം. ഒരു ഫെയില്യൂർ എന്ന് പറയുമ്പോൾ കുഞ്ഞെ ഫെയില്യൂർ ആണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. നീ ഇവിടെ വിഷമിക്കണ്ട. നിനക്ക് ഈ മേഖല അല്ലെങ്കിൽ മറ്റു എത്രയെല്ലാം മേഖലകൾ തരുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ഒന്നിന്റെ അവസാനമല്ല എന്ന് ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നിയർ റിലേറ്റീവ്സ് ചേർത്ത് നിർത്തി പറഞ്ഞാൽ ഏതവൻ ആത്മഹത്യ ചെയ്യും? അത് നിങ്ങളൊന്ന് ഉറക്കെ ചിന്തിക്കേണ്ട സംഭവമാണ്. പിന്നെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് തന്നെ ഈ പണത്തിനുള്ള
മൂല്യം, അതാണ് ഞാൻ അപ്പാനെ ആദ്യമേ പറഞ്ഞത്. പണത്തിന്റെ മൂല്യത്തിനെ കുറിച്ച് നല്ലൊരു അവബോധം. ഇത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇതൊരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇതിപ്പം എബോവ് മിഡിൽ ക്ലാസ് ഫാമിലി ആയാലും കിട്ടുന്നത് ഇങ്ങനെ അങ്ങ് വലുതാക്കി ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്ന ഒരു കാലം അന്യമല്ല എന്നുള്ള രീതിയിൽ പേരൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ എടുക്കുമ്പം കുട്ടികൾ വളരെ നല്ല ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സാമ്പത്തിക ഇതോടുകൂടി വരുന്നത് കാണാം. അതിലും ഞാൻ എക്സാമ്പിൾ പറയുകയാണ് എന്നെ തന്നെ. കാരണം ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ മോക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാന്ന് പറയുമ്പം കൊച്ചു പറയും, റിഡക്ഷൻ ആണോ അത് അമ്മ എടുത്തോ? കുഞ്ഞിലെ ഒരു 10 വയസ്സിന് താഴെ ഒരൊറ്റ റിഡക്ഷൻ സാധനം പോലും ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു എൻ്റെ മകള്. ഇപ്പൊ അത് കോളേജിലായി. കോളേജിൽ പഠിക്കുന്ന കാലം ആയുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രീ ഡിഗ്രി ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ, +2 ടൈമൊക്കെ ആയപ്പം തന്നെ കുട്ടി തിരിച്ചു പറയാൻ തുടങ്ങി, എന്തിനാണമ്മേ ഡ്രസ്സിൽ ഇത്രയും കൂടുതൽ കാശ്, ഇത്രയും വില കൂടിയ ഡ്രസ്സ് എനിക്ക് എടുത്തു തരുന്നത്? അമ്മ എടുക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അച്ഛൻ എടുക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും കൂടുതൽ വിലയുള്ള ഡ്രസ്സ് എടുക്കുന്നത്? എപ്പോഴും കുറഞ്ഞ വിലയുടെ ഡ്രസ്സ് എടുത്താൽ മതി എന്ന് എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ മകളാണ്. ആ തരത്തിൽ കുട്ടികളെ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് കഠിനാധ്വാനത്തിനാണ് കൂടുതൽ വില, അതാണ് നമുക്കെപ്പോഴും ഉതകുന്നത് എന്ന് എടുത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എല്ലാം ഒരു രക്ഷകർത്താവിന്റെ ഡ്യൂട്ടി തന്നെയാണ്, ചുമതല തന്നെയാണ്. ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അപ്പാന്മാരെല്ലായിടും ഉണ്ടായി വരുന്നത്. അത് വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ശരിക്കും പേരൻസ് തന്നെയാണ്. പിന്നെ ഏത് സിറ്റുവേഷനിലും ഇപ്പം ചില കുട്ടികൾ കാണും മൈക്കിന്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള പാടുള്ളവര്, നേരെ എഴുതി പിടിപ്പിക്കാൻ കഴിവില്ലാത്തവര്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ കണ്ടെത്തി കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഓരോ സ്കൂളിലും ഇപ്പം സംവിധാനമുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യാൻ കൂടുതലായിട്ടും ശ്രമിക്കുക. അത് ചെയ്തു കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് സാംസ്കാരികവും ധാർമ്മികവുമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശവും ബാക്കിയും ഒക്കെ കിട്ടുന്നത്. പിന്നെ ഏതൊരു സാഹചര്യത്തിൽ ഇപ്പൊ മയക്കുമരുന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ കൂടിയും ഞാൻ പറയാണ്, മയക്കുമരുന്നിന്റെ ആദ്യഘട്ടങ്ങളിലോട്ടൊന്നും കടന്നു പോകരുത് എന്നുള്ളത് നമ്മളുടെ സ്നേഹവും ചേർത്തുപിടിയിൽ കൂടി തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും. അഥവാ അങ്ങനെ ആയി 1-2 ഇൻസ്റ്റൻസസ് വന്നാൽ തന്നെയും കൗൺസിലിങ്ങിൽ കൂടിയും മറ്റ് ക്ലിനിക്കലായിട്ടുള്ള ചികിത്സയിൽ കൂടിയും ഒക്കെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സങ്കീർണമായ സാഹചര്യത്തിൽ നീ ഡിപ്രഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. നമുക്ക് ഇന്ന സംവിധാനങ്ങൾ ഗവൺമെന്റ് അല്ലെങ്കിൽ കേരളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ അത്യാധുനിക സർവീസസ് അവൈൽ ചെയ്ത് അവൻ ഉള്ളതിൽ അവന്റെ കഴിവിനനുസരിച്ച് ഏറ്റവും വലുതായിട്ടൊരു നിലയിൽ എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾ ഒരു ഗുഡ് പേരന്റ് ആവുന്നത്. ഇതെല്ലാം എല്ലാ രീതിക്കും അവന്റെ നാനാമുഖങ്ങളായ ഇതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പെൺകുട്ടിയാവുമ്പോൾ അച്ഛൻ, അമ്മ, ബ്രദറ്, സിസ്റ്റേഴ്സ് ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞ് സഹപാഠികളിൽ നിന്ന് വരുന്നു. അത് കഴിഞ്ഞ് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് വരുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് അതൊരു നല്ല പൗരയാണ് അല്ലെങ്കിൽ പൗരനാണ് എന്നുള്ള ഇതെല്ലാം സന്തുലിതമായിട്ട് ഓരോന്നും ബാലൻസ് ചെയ്തുകൊണ്ട് പോയാലേ ജീവിതം നേരെ ശരിപ്പെടൂ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഒരു എക്സാമ്പിൾ ആക്കി കാണിക്കുക. ഇത് തന്നെയാണ് ഗുഡ് പേരന്റിങ്ങിന്റെ ശരിയായ ബേസ്. ഇനി എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, കുറച്ച് സ്വത്തോ അല്ലെങ്കിൽ മറ്റു സംഗതികളോ ഒന്നും അല്ല ജീവിതത്തിന്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യം. നമ്മളെപ്പോഴും സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നോ, അർത്ഥവത്തായ ബന്ധങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, ഏതെല്ലാം രീതിയിലാണ് അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുവരാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പല സിറ്റുവേഷൻസിലും പലരും നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്, എങ്ങനെയാണ് മകളുടെ കല്യാണം നടത്തി. ഇപ്പൊ ഒരു പാവപ്പെട്ട കുട്ടിക്ക് കൂടെ കല്യാണം നടത്തി കൊടുത്തു. ഒരു മകളുടെ കല്യാണം നടത്തിയപ്പം ഒരു
പുവർ ഫാമിലിക്ക് ഒരു വീട് വെച്ച് കൊടുത്തു. ഇതൊക്കെ എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് മനുഷ്യത്വത്തിന്റെ അങ്ങേയറ്റമാണ്. നമിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത നന്മകളാണ് അതൊക്കെ. അതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി, പറഞ്ഞ് ഇരുന്ന് മനസ്സിലാക്കുകയല്ല, നമ്മളുടെ ചെയ്തിയിൽ കൂടി കാണുമ്പം തന്നെ പിള്ളേർ ശരിയാകും. പല സിറ്റുവേഷനിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഏതെല്ലാം ഒരു ജീവിതം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്തു കൊടുത്താൽ അന്ന് രാവിലെ സമയത്തിന് പിന്നെ സ്കൂളിൽ എത്തിപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ചു വന്ന് എത്ര ഹോംവർക്ക് ചെയ്തതിന് ശേഷം ഏതെല്ലാം സബ്ജക്ട്സ് ഒന്നുകൂടെ നോക്കിയതിന് ശേഷം കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ 4:30 അല്ലെങ്കിൽ 5 മണി എപ്പോഴും ബ്രഹ്മമുഹൂർത്തം തന്നെ ചൂസ് ചെയ്ത് പഠിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നടപ്പുവശം അല്ല എന്ന് പറയുന്നെങ്കിലും നമ്മളുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു യന്ത്രം രാത്രിയിൽ ഇരിക്കാൻ പിന്നെ എക്യുപ്ഡ് അല്ല. അത് പല പല അസുഖങ്ങളും ക്ഷണിച്ചു വരുത്തും എന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല പല സംഗതികളും നിങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ വളരെ കാര്യമായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പോഴത്തെ സ്കൂളുകളിൽ മിക്ക സ്കൂളുകളിലും, എനിക്ക് പ്രൈവറ്റ് സ്കൂളിലെ അത് എനിക്ക് അറിയത്തില്ല, കൗൺസിലേഴ്സിനെയും വെക്കണം എന്നുണ്ട്. കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോടോ അച്ഛനോടോ പറയുക എന്നുള്ളത് നിങ്ങൾ അങ്ങേയറ്റം അഫേം ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് വരുന്ന ചില ചില സിറ്റുവേഷൻസ് കൗൺസിലറിനോട് നേരിട്ട് പറഞ്ഞ് അതിനൊരു റെമഡി എടുക്കാൻ പറ്റുമോ, അല്ല റെമഡി ഇല്ലെങ്കിൽ നീ പേടിക്കണ്ട, വി ആർ കമ്മിങ് ദെയർ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ ഒരു കുട്ടിയും ഒരു ഫെയിലുവർ അല്ല, ഒരു പേരന്റും ഒരു ഫെയിലുവർ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിരുന്ന് ഒരു ഗുഡ് പേരന്റ് ആകാൻ സഹായിക്കണേ എന്നുള്ള മനസ്സോടുകൂടി പ്രവർത്തിച്ചു നോക്കൂ. എല്ലാം ശരിയാവും. എല്ലാ നന്മകളും ഞാനിവിടെ നിർത്തുകയാണ്. എനിക്കൊരു വേദി തന്നതിന് ബിംബിൾ അക്കാഡമിയോട് വളരെ കാര്യമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു മാം, താങ്ക് യു. Thank you, ma'am. Very nice. നല്ല ക്ലാസ്. ഫീഡ്ബാക്ക് തരുമോ? ഫീഡ്ബാക്ക് അത്യാവശ്യം പേരൻസ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സരളമായ ഭാഷയിലും ഔചിത്യബോധത്തോടു കൂടിയും അതുപോലെ തന്നെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലെല്ലാം വിശദീകരിച്ചു തരുന്നു. ഒത്തിരി ആസ്വാദ്യകരമായിരുന്നു, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവുമായിരുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു. എൻഡ് ചെയ്യാമോ? ഓക്കെ മാം. ശരി, അപ്പൊ എൻഡ് ചെയ്യുന്നു. ആ